സർ, അഴിമതി തടയുന്നതിനും അഴിമതിക്കാരെ പദവികളിൽ നീക്കുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ല് കോൺഗ്രസ് നഖശിഖാന്തം എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ അവിടെയും പതിവ് പോലെ ശശി തരൂർ അവിടെ പാർട്ടിക്കും മുന്നണിക്കും പ്രതിപക്ഷത്തിനുമൊക്കെ വീണ്ടും വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്നു. ആദ്യം ആ ബില്ലിനെ പിന്തുണച്ച അദ്ദേഹം പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണ് സാർ ശശി തരൂരിന് സംഭവിച്ചത്? അദ്ദേഹം ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? വാസ്തവത്തിൽ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഉള്ളത് പറയുമ്പോൾ കള്ളന് തുള്ളൽ കയറും എന്നാണ് ചൊല്ല്. എത്ര അന്വർത്ഥമായിട്ട് ഇന്നത്തെ ഈ സാഹചര്യം കണ്ടിട്ട് ഉണ്ടായ വായ്മൊഴിയാണതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടതും പാർലമെൻറ്റിൽ ഇങ്ങനെ കലിതുള്ളുന്നതും ഒക്കെ കണ്ടല്ലോ, അതാണല്ലോ പറഞ്ഞത്. അത് ഇതിനെ സമർത്ഥിക്കുന്ന, ഈ പഴഞ്ചൊല്ലിനെ സമർത്ഥിക്കുന്ന, അന്വർത്ഥമാക്കുന്ന ഒന്നാണെന്നാണ്. വളരെ കൂളായിട്ട് നമ്മൾ കണ്ടാൽ മതി. കള്ളന് കയറിയ തുള്ളലാണിത്. തുള്ളൽപ്പനി വരെ ഉണ്ടാകാം, വെട്ടുവാദം ഉണ്ടാകാം, ഇങ്ങനെ പലതരം വാദങ്ങളും ശീതങ്ങളും ഒക്കെ ഉണ്ടാവാം. ശീതസമരത്തിലേക്ക് വരെ നയിച്ചേക്കാം. കാരണം ഇത് അഴിമതിയുടെ അടിവേരുകൾ അറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഒരു ചുവടുവയ്പ്പാണെന്നാണ് അതിന് അർത്ഥം. അത്രയേ ഉള്ളൂ അതിനർത്ഥം, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പാർലമെൻറ്റിലെ മുഹുവ മൊയ്ത്രി വന്ന് താടക നൃത്തം നടത്തിയാലും കല്യാൺ ബാനർജി വന്ന് അമിത്ഷായെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാലും ഈ ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കാണിപ്പോൾ വിട്ടിരിക്കുന്നത്. അതിൻ്റെ സമീക്ഷ അവിടെ നടക്കും. സമ്മേളനത്തിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കും. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്ലാനോട് കൂടിയിട്ടാണ്, ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ്. അവിടെ അംഗീകാരം കിട്ടുമെന്നുള്ള ശരിയായ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ബില്ലിന് ഒരുമ്പെട്ടിരിക്കുന്നത്. അത് പാസ്സായി വരികയും ഇവിടെ ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്യും. നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ബില്ല് വന്ന സമയത്ത് ആസാദി 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 എന്നൊരു താളത്തിൽ നമ്മുടെ കളമശ്ശേരിയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലാകമാനവും നമസ്കാരം വരെ നടന്നു. ഡൽഹിയിൽ അതിശക്തമായിരുന്നു, ഷാജഹാൻപൂരിൽ സ്ഥിരമായിട്ട് പലരെയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. 53 പേരാണ് ഡൽഹിയിൽ. ബഡ്ല ഹൗസ് സംഭവങ്ങളെ പോലെയുള്ള ഭീകരമായിട്ടുള്ള തീക്ഷ്ണതയിലേക്കും പ്രക്ഷുബ്ധതയിലേക്കും ഒക്കെ നീങ്ങിയ ഒരു സമരമായിട്ട്. എന്നിട്ട് എന്തേ സംഭവിച്ചു? പാകിസ്ഥാൻ വിട്ടുവരുന്ന ഇന്ത്യക്കാർക്ക് പൗരത്വം കൊടുത്തു തുടങ്ങി. ബംഗാളിലും കൊടുത്തു. മമതാ ബാനർജിയുടെ താടക നൃത്തത്തിന് എന്ത് സംഭവിച്ചു? അതിൻ്റെ മുകളിൽ കൂടി തേരുരുണ്ടു, സത്യത്തിൻ്റെ തേരുരുണ്ടു, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയതയുടെ തേരുരുണ്ടു. അതൊക്കെ അപരാജിതമായ നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. ഇതിങ്ങനെയുള്ള ഈ താൽക്കാലികമായ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കുമ്പോഴും സാർ, ഈ ശശി തരൂർ പതിവ് പോലെ അദ്ദേഹം വെടിപൊട്ടിച്ചു. ആദ്യം അദ്ദേഹം ഈ ബില്ലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പുറത്ത് അതിശക്തമായ സമ്മർദ്ദം ഉയർന്നിരിക്കുകയാണ് എന്നല്ലേ? സമ്മർദ്ദമൊന്നുമല്ല. അദ്ദേഹം ഇത് എന്തുകൊണ്ട് ഈ അഴിമതിക്കാരെ പുറത്താക്കുന്നു? അപ്പോൾ അദ്ദേഹത്തിലെ ആദർശവാൻ തലപൊക്കി കുറച്ച് കഴിഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ മറ്റെന്തെങ്കിലും കഴിച്ചോന്ന് എനിക്കറിയില്ല, ബുദ്ധിയൊന്നും ഉണർന്നു കഴിഞ്ഞു. ഇത് അബദ്ധമായി തീരുമല്ലോ. ഞാനിപ്പോൾ കേരള മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കോൺഗ്രസ്സുകാർ തന്നെ സുനന്ദ പുഷ്കറിൻ്റെ കേസുമായി പിന്നെയും കൊണ്ടുവന്നിട്ട് എന്നെ പിടിച്ച് ജയിലിലിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയില്ലേ? 31 ദിവസം, ഒരു മാസം കൊണ്ട് പോയില്ലേ? ഇത്രയും നാളുകൊണ്ട് തകരാതെ ഞാൻ സൂക്ഷിച്ച സ്ഥാനം പോവില്ലേ എന്നൊരു പുനർചിന്താ പദ്ധതി അദ്ദേഹത്തിന് വന്നിരിക്കണം. IPL-മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസുകൾ കിടക്കുന്നു. അങ്ങനെ സാമ്പത്തികവും അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതിന് പറഞ്ഞത് വിയർപ്പോഹരി എന്നാണ്. വിയർപ്പോഹരി, അതെ. സ്വെറ്റ് ഷെയർ അല്ലേ? അതുപോലെ വിയർപ്പോഹരി എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ ഒരു സ്ത്രീ പിന്നെ കനകം മൂലം കാമിനി മൂലം കലഹം പലതരം ഉലകിൽ സുലഭം എന്നും ഉണ്ടല്ലോ, കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതല്ലേ അത്? അതെ. അപ്പോൾ അതും അന്വർത്ഥമാക്കുന്ന തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കലഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. കലഹങ്ങൾ മാത്രമല്ല, അഴിമതിയുടെ കറ പുരണ്ടിട്ടുമുണ്ട്. വിയർപ്പ് കറ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ വിയർപ്പ് ഓഹരി, അതിൻ്റെ ഒരു കറയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളല്ലല്ലോ നമ്മുടെ ഇപ്പോൾ വിഷയം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം ലഭിക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 30 ദിവസം പിടിച്ച് ഏതെങ്കിലും പ്രതികാരദാഹിയായ കോൺഗ്രസ്സുകാരൻ, BJP-കാരനല്ല,
ഇട്ട് കഴിഞ്ഞാൽ പാളയത്തിൽ തന്നെ അതെ, അത് മിക്കവാറും VD സതീശൻ തന്നെ ആയിരിക്കും പുള്ളി പേടിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഇത് സേഫ് അല്ല എന്നൊരു പുനർചിന്തയുണ്ടാവും. ശക്തമായിട്ട് അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്തു. ഇത് ഇത്രയേ ഉള്ളൂ പ്രശാന്തേ. അമേരിക്ക പറയാറുണ്ട് ഇന്ത്യക്ക് മേൽ ചുങ്കം, പാകിസ്ഥാന് മേൽ തലോടലും ചുംബനവും. ഇന്ത്യക്ക് മേൽ ചുങ്കം, പാകിസ്ഥാന് മേൽ ചുംബനം. അതെങ്ങനെ വന്നു എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ ഉത്തരം ഇറ്റ്സ് ഇൻ അവർ ഇൻട്രസ്റ്റ്. അമേരിക്കയുടെ താല്പര്യം അവിടെ നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ജനങ്ങളുടെ താല്പര്യമല്ല പാർലമെന്റിലെ ഇന്ത്യ പക്ഷത്തുള്ള MP-മാർ പ്രത്യേകിച്ച് നോക്കുന്നത്. മറിച്ച് തങ്ങളുടെ താല്പര്യം, തങ്ങൾ ജയിലിൽ പോകുമോ എന്നുള്ള ഭീതി കൊണ്ടാണ് രാഹുൽ ഗാന്ധി നവോഡയിലൂടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൂടെ ആളെ കൂട്ടിക്കൊണ്ട് പ്രകടനം നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെ? വോട്ടധികാരം. അയാളുടെ ലക്ഷ്യം താല്പര്യം എന്ന് പറഞ്ഞ അധികാരമാണ്. അത് പറഞ്ഞ് കലഹം ഉണ്ടാക്കി അധികാരം. അയാൾ ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വർഗീയ ചിന്തകനും പ്രണേതാവും അതുപോലെ തന്നെ പ്രയോക്താവും എല്ലാം തന്നെ അദ്ദേഹമാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ വർഗീയതയ്ക്ക് വിഷത്തിന് കൂട്ടുനിൽക്കുകയാണ്, കൂടുതൽ വിഷം കലർത്തുകയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബില്ലുകളെ അവരെതിർക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദുഷ്ടന്മാർ ഒരിക്കൽ കൗരവ സഭയിലേക്ക് ശ്രീകൃഷ്ണൻ വന്നപ്പോൾ പാണ്ഡവന്മാരെണീറ്റു കൗരവന്മാരെണീറ്റു എന്ന് പറയുന്നത് പോലെയാണ്. ആക്രമണം ഉണ്ടായി. കല്യാൺ ബാനർജി ശിവൻകുട്ടിക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അമിത്ഷായ്ക്ക് നേരെ കൈയോങ്ങിക്കൊണ്ട് ചെന്നു, അടിക്കാൻ ചെന്നു. എന്നിട്ട് നമ്മുടെ KC വേണുഗോപാൽ അടിക്കാനൊന്നും ചെന്നില്ല, പക്ഷേ അടി കൊണ്ടു. അത് കൈകൊണ്ടോ വടികൊണ്ടോ ഉള്ള അടിയല്ല, നാക്കുകൊണ്ടുള്ള ഒരു പ്രകടനം. കാര്യം പഠിക്കാതെ ഇയാളാണെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയെ വഷളാക്കുന്നതിനുള്ള എന്നുള്ളത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കും വിധമാണ് അദ്ദേഹം ഒരു പാർലമെന്റിൽ പഠിക്കാതൊരു ചോദ്യം ചോദിച്ചത്. താങ്കളും 1 മാസം ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന്. അപ്പോൾ ഇയാൾ അന്നത്തെ പത്രമൊന്നും വായിച്ചിട്ടില്ലേ? ഈ ആരോപണം വന്ന നിമിഷം ഗുജറാത്ത് കലാപത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെച്ചു. അന്വേഷണം വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ രാജിവെച്ചതിന് ശേഷം 1 മാസം അദ്ദേഹം വ്യാജ ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന് അതെ ഉയർന്ന BJP-കാരോട് ആഹ്വാനം ചെയ്തിരുന്നതായ കുറ്റമായിരുന്നു. BJP-കാരോട് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ വമ്പിച്ച കലാപം BJP-യിൽ അവിടെ ഗുജറാത്തിൽ ഉണ്ടാക്കാനുള്ള വമ്പിച്ച ശക്തി ഈ CPM-ന് കേരളത്തിലുള്ളതിനേക്കാൾ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലുള്ളതിനേക്കാൾ ഒക്കെ ശക്തി പ്രകടനം നടത്താനുള്ള കേഡർമാരും എന്ന് ഗുജറാത്തിലുണ്ട്. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ശാന്തമായി കൂളായിട്ട് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു, അറസ്റ്റ് വരിച്ചു. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് സംസ്ഥാനത്തിൽ കയറാതെ സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചു. കേസ് തീരുമ്പോഴാണ് അദ്ദേഹം പിന്നെ തിരിച്ച് ഗുജറാത്തിലേക്ക് വരുന്നത്. ഭരണഘടനാപരമായിട്ടൊരൊറ്റ പദവിയും വഹിക്കാതെ സന്യാസത്തിലായിരുന്നു അദ്ദേഹം, രാഷ്ട്രീയ സന്യാസത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെയൊരു നല്ല വശം, സണ്ണി സൈഡ് ഉണ്ടോ? ഏതെങ്കിലും ഒരുത്തനുണ്ടോ? അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അവരുടെ കൂട്ടുകക്ഷിക്കുണ്ടോ? AIP പിടിച്ച് ജയിലിലിട്ടിട്ട്, കോടതി പറഞ്ഞിട്ട് പിടിച്ച് ജയിലിലിട്ട് അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയായിട്ട് ഞെളിഞ്ഞു കാണുന്ന ആളല്ലേ അരവിന്ദ് കെജ്രിവാൾ. ഇതാണ് നിങ്ങൾ ഇന്ത്യ മുന്നണി. നിങ്ങളിതാണ് ഈ അറസ്റ്റ് പേടിച്ചാണ് നിങ്ങൾ ഈ പ്രകടനം നടത്തിക്കൊണ്ട് പോകുന്നത്. നവോഡയിൽ നിന്നും അങ്ങോട്ട് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞതിന് ശേഷം പിന്നെ KC വേണുഗോപാൽ മിണ്ടുന്നത് കണ്ടില്ല. ആദായം പറഞ്ഞ അടിയല്ല, ഗുസ്തിയിലെ എടുത്തൊരേറെ പൂഴിക്കടക്കാൻ ഒരു അടിയാവുണ്ട്, പിന്നെ മിണ്ടിയിട്ടില്ല. സാർ, അപ്പൊ തരൂര് ഈ ഇങ്ങനൊരു തനിക്കെതിരെയും ഒരു അഴിമതി ആരോപണം ഉയർന്നതാണ്, അത് നാളെ ഏതെങ്കിലും വിധത്തിൽ കഴുത്തെ ചുറ്റി ഒരു പാമ്പാകുമോ എന്ന് ഭയന്നിട്ടാണോ തരൂര് ആദ്യം ബില്ലിനെ പിന്തുണച്ചെങ്കിലും പിന്നീട് പിൻവലിഞ്ഞത്? അതോ പാർട്ടിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം? നമുക്ക് ഏതാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഏതാണ്? പാർട്ടി അദ്ദേഹത്തെ തടഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒന്നും പറയാറില്ല, പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ പോയിക്കോട്ടെ, നിങ്ങൾ എന്ത് വേണേ ആയിക്കോ, ശല്യം അങ്ങ് പോട്ടെ. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു തടസ്സമാകരുത്, പ്രധാനമന്ത്രി പദത്തിന് ഒരു തടസ്സമാകരുതെന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഇന്നലെ സത്യം പറഞ്ഞാൽ ആ സംഭവം ഉണ്ടായി, ഈ തരൂരിന്റെ പിന്തുണ വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിൽ അടക്കം നിറഞ്ഞു നിന്നത് ശശി തരൂരാണ്. ശശി തരൂരിന് വലിയ എന്താ പറയുക, ആ സമയത്ത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിനെ ചർച്ച ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയം എടുത്ത് ചർച്ച ചെയ്തു മാധ്യമങ്ങളൊക്കെ. അപ്പൊ അന്ന് അവിടെ രാഹുൽ ഗാന്ധി അപ്രസക്തനായിരുന്നു, അദ്ദേഹം ചിത്രത്തിലേ ഇല്ലായിരുന്നു. അല്ല, അതിനേക്കാൾ മുമ്പേ പ്രതികരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നോക്കൂ ആരാണ് പ്രതികരിക്കുന്നത് നോക്കൂ. അതെ, പിണറായി മടിയിൽ കനമുള്ളവരെല്ലാം പ്രതികരിച്ചു. സത്യത്തിന്റെ സൂര്യനല്ലേ അദ്ദേഹം, കത്തിജ്വലിക്കുന്ന സൂര്യൻ. അതെ, കാരണഭൂതനാണ്. ഇതിനോട് പ്രതികരിക്കുന്ന രീതി കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അഴിമതിക്കെതിരായിട്ട് നിൽക്കുന്നവരാരെ, അഴിമതിയുടെ പക്ഷം ചേർന്ന് ഓരം ചേർന്ന് സഞ്ചരിക്കുന്നവരാരെ
എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, ഒരു അഗ്നി പരീക്ഷ കൂടിയാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കടന്നുപോയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.